ഒരിക്കൽ നൈമിഷാരണ്യ വനത്തിൽ ശൗനകനും 88,000 മറ്റു ഋഷികളും കൂടിയിട്ടുണ്ടായിരുന്നു. അവർ പുരാണങ്ങളുടെ സാക്ഷി മഹർഷി സൂതനോട് ചോദിച്ചു, "ഓ മഹർഷി, മനുഷ്യർ മോക്ഷം നേടാൻ എങ്ങനെ കഴിയും എന്ന് ദയവായി ഞങ്ങളെ അറിയിക്കൂ." മഹർഷി സൂതൻ ഉത്തരം നൽകി. ഒരിക്കൽ നാരദമുനി ഭഗവാൻ വിഷ്ണുവിനോട് തന്നെ ചോദിച്ചതാണ് ഈ ചോദ്യം. ഭഗവാൻ വിഷ്ണു നാരദനോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു പ്രാവശ്യം നാരദൻ തൻ്റെ വിവിധ ലോകങ്ങളിലെ യാത്രക്കിടെ ഭൂമിയിലേക്ക് എത്തി. അവിടെ തങ്ങളുടെ പാപകർമ്മങ്ങളുടെ ഫലമായി നരന്മാർ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതും മോക്ഷമില്ലാതെ തപിക്കുന്നതും കണ്ടു. അവരുടെ ദുഃഖം കുറയ്ക്കാനും മോക്ഷം പ്രാപിക്കാനുമായി നാരദൻ വിഷ്ണുലോകത്തേക്ക് പോയി. അവിടെ തൻ്റെ 4 കൈകളിൽ ശംഖ്, ചക്രം, ഗദയും താമര പുഷ്പവും ഇട്ട് ഒരു മാല കഴുത്തിൽ ധരിച്ചു വിഷ്ണുവിനെ നാരദൻ കണ്ടു. നാരദൻ വിനയപൂർവ്വം പ്രസ്താവിച്ചു, "ഓ പരമേശ്വര, ദരിദ്രർക്കും ദുരിതപീഡിതർക്കും രക്ഷകനായ ഭവാനെ, ഞാൻ നിന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു." വിഷ്ണു ചോദിച്ചു, "നാരദ, ഇവിടെ എന്തിനു വന്നിരിക്കുന്നു? എന്താണ് നിനക്ക് ആവശ്യം? നീ പറയുക, ഞാൻ അതിനെ നിറവേറ്റും." അപ്പോൾ നാരദൻ പറഞ്ഞു, "ഓ ഭഗവാനെ, ഭൂമിയിലെ മനുഷ്യർ തങ്ങളുടെ പാപകർമ്മങ്ങളുടെ ഫലമായി പല വിധത്തിലും ദുഃഖം അനുഭവിക്കുന്നു. അവരെ സഹായിക്കാൻ ഒരു മാർഗം ദയവായി എന്നോട് വെളിപ്പെടുത്തൂ." വിഷ്ണു മറുപടി നൽകി, "നാരദ, സത്യനാരായണ പൂജ ചെയ്താൽ മനുഷ്യർ അവരുടെ എല്ലാ ദുഃഖങ്ങളും ഒഴിച്ചു നിർത്തും. ഈ പൂജ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് സന്തോഷം, മനഃശാന്തി, ധനം എന്നിവ നൽകുകയും മോക്ഷം പ്രാപിക്കുവാനുമാകും." ഇത് കേട്ട് നാരദൻ സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു, "ഓ ഭഗവാനെ, ദയവായി ആ പൂജയുടെ വിശദാംശങ്ങൾ എന്നോട് പറയൂ. ഇത് എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം, മുൻപ് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ?" വിഷ്ണു പറഞ്ഞു, "ഈ പൂജ ഏതൊരു ദിനത്തിലും പ്രത്യേകിച്ച് പൗർണമി ദിവസം ചെയ്യാം. മനുഷ്യൻ തൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ചേർത്ത് ഈ പൂജ ഭക്തിയോടെ നടത്താം. ദൈവത്തിന് ഫലങ്ങൾ, നെയ്യ്, പാൽ, തൈര്, വെണ്ണ, ഗോതമ്പ് പൊടി, പഞ്ചസാര, തേൻ എന്നിവ അർപ്പിക്കണം. പൂജ കഴിഞ്ഞാൽ സത്യനാരായണ കഥ വായിക്കുകയും പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യുകയും വേണം. ഈ രീതിയിൽ പൂജ നടത്തുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കും. വിശേഷിച്ച് കലിയുഗത്തിൽ ഈ പൂജ മനസമാധാനവും സംതൃപ്തിയും നൽകുന്നു."